കനത്ത മഴയ്ക്കും കാറ്റിനും പുറമെ കോഴിക്കോട് മിന്നൽ ചുഴലിയും വിലങ്ങാട് വീശിയിടിച്ച മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ വീടുകൾ കടലെടുത്തു. പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായി. രാത്രിയിലും പുലർച്ചെയുമായി പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. പുലർച്ചെ വിലങ്ങാട് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ 4 വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇന്ദിരാനഗർ, വാളൂക്ക്, ഉരുട്ടിപ്പാലം എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. കൊയിലാണ്ടി നഗരസഭയിലെ 3 കുടുംബങ്ങളെ കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറി. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുകയാണ്. കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളം തുറന്നുവിട്ടു. താമരശ്ശേരി ചുരം 4-ാം വളവിൽ റോഡിലേക്ക് വീണ മരം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പാറക്കഷണം ഫയർഫോഴ്സും നീക്കം ചെയ്തു. പനങ്ങാട് മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കോഴിക്കോട് കാപ്പാട് കുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുകയായിരുന്ന യുവാവ് മുങ്ങിമരിച്ചു. അഹമ്മദ് റബ്ബാണ് മരിച്ചത്. പാലക്കാട് നെന്മാറയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 45-കാരനായുള്ള തെരച്ചിൽ തുടരുകയാണ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ നെച്ചുള്ളിയിൽ മരം വീണ് 2 വീടുകൾ തകർന്നു. മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ തകർന്നു. മങ്കട വറ്റല്ലൂരിൽ വല്ലീശനാഥന്റെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.